അതിനിടെ സി ജോസഫ് വിജയ് മന്ത്രിസഭയിലേക്ക് 23 പേർ കൂടിയെന്ന വാർത്ത വരുന്നുണ്ട്. 2 കോൺഗ്രസ് എംഎൽഎമാരും 21 TVK എംഎൽഎമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ആ ലിസ്റ്റ് TVK പുറത്തിറക്കിയിട്ടുണ്ട്. ആ വാർത്തയും കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്. ശ്രീ NK അക്ബർ. അപ്പോൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇപ്പോൾ എത്താമതാണ്. ഏഴാമത്തെ ആളാണ് NK അക്ബർ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി എത്തുന്നത്. അടുത്തത് മഞ്ഞളാംകുഴിയേരിയാണ്. NK അക്ബർ. സി അജയപ്രസാദിന് ശേഷം NK അക്ബറാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് വളരെ സത്യപ്രതിജ്ഞ കുറച്ച് വേഗത കുറവുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. 56-കാരന് അക്ബർ, CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ് അക്ബർ. അക്ബർ അങ്ങോട്ടേക്ക് സത്യപ്രതിജ്ഞയ്ക്കായി എത്തുകയാണ്. ഗുരുവായൂരിൽ നിന്ന് ജയം. സഭയിൽ ഇത് രണ്ടാം തവണയാണ് NK അക്ബർ, 56-കാരൻ NK അക്ബർ സഭയിലേക്ക് എന്ന് ഉറപ്പായും അവിടുത്തെ ഏറ്റവും ജനകീയ മോഹങ്ങളിലൊന്ന് എന്ന് പറയാൻ കഴിയുന്ന നേതാവ് കൂടാണ് NK അക്ബർ. ഗുരുവായൂർ അംഗം NK അക്ബർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ NK അക്ബറിൻ്റെയും സഗൗരവ പ്രതിജ്ഞയായിരുന്നു. ഗുരുവായൂർ അംഗം NK അക്ബർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് മഞ്ഞളാംകുഴി അലിയാണ്. NK അക്ബർ അവിടുത്തെ എന്താണ് UDF തരംഗത്തിനിടയിലും വിജയിക്ക് വരാൻ കഴിഞ്ഞ ഇക്കുറിയുള്ള ഇടതംഗങ്ങളൊക്കെ വലിയ UDF തരംഗത്തിൽ വിജയിച്ചു വന്നവരാണ്. അപ്പോൾ എത്രത്തോളം പ്രിയങ്കരനാകും അവർക്ക് ആ മണ്ഡലത്തിൽ എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. NK അക്ബറിന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. മഞ്ഞളാംകുഴി അലി മങ്കട മണ്ഡലത്തിൽ നിന്നും IOML സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അങ്ങോട്ടേക്ക് എത്തുന്നു. മഞ്ഞളാംകുഴി അലി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇപ്പോൾ മഞ്ഞളാംകുഴിയേലി ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം ഈ ഒരു രാഷ്ട്രീയക്കാരനെന്നതിലുപരി മാക് പ്രൊഡക്ഷൻസിന്റെ ഉടമ കൂടിയാണ്. സഭയിൽ 6ാം തവണയാണ് എത്തുന്നത്. ലീഗിന്റെ സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുൻ മന്ത്രിയാണ്. ഇനി അടുത്തതായിട്ട് ആരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? 6ആണോ 5ആണോ ഒന്നും സംശയമുണ്ട്. അതെ അലി പോട്ടെ. ഇനി അടുത്ത് OS അംബിക എത്തുകയാണ്. മഞ്ഞളാംകുഴി സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ ഒപ്പിട്ട് അധികാരമേൽക്കുകയാണ്. മങ്കട MLA OS അംബിക. OS അംബിക ആറ്റിങ്ങൽ MLA CPMന്റെ OS അംബികയാണ് അടുത്തതായി. അപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരിൽ ആദ്യമായി ഒരു വനിതാ അംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളത് കൂടി പ്രധാനമാണ്. അക്ഷരമാല ക്രമത്തിലാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങ്. VA ഗഫൂറിൽ തുടങ്ങിയതായി ഇപ്പോൾ OS അംബികയിൽ എത്തി നിൽക്കുന്നു. ആറ്റിങ്ങൽ MLA ആണ് OS അംബിക. OS അംബിക സത്യപ്രതിജ്ഞ ചെയ്യുന്നു. CPM മുതാക്കൽ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റാണ്. CPMന്റെ ആറ്റിങ്ങൽ രണ്ടാം വട്ടം അധികാരത്തിലേക്ക് എത്തുന്നു. ആറ്റിങ്ങൽ MLA OS അംബിക ആറ്റിങ്ങൽ തുടർച്ചയായി 2ാം തവണ വിജയിച്ച് ഈ 16ാം നിയമസഭയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന വനിതാംഗം. OS അംബിക എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടെ നിർവഹിക്കുമെന്നും സൗഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സഗൗരവ പ്രതിജ്ഞയാണ് OS അംബിക ചെയ്യുന്നത്. ആറ്റിങ്ങലിൽ നിന്ന് 2ാം തവണ സഭയിലേക്ക് എത്തിയ OS അംബിക ഇനി അടുത്ത ലിസ്റ്റ് പ്രകാരം GRNലാണ്. അപ്പോൾ മുൻ കൃഷിമന്ത്രി ശ്രീ GRNലാണ് ഇനി സിവിൽ സപ്ലൈസ് മന്ത്രി GRNലാണ് അടുത്ത ചുമതല ഏൽക്കേണ്ടത്. അപ്പോൾ ഇനി GRNൽ തന്നെ ആകണം അടുത്ത ആ ലിസ്റ്റ് പ്രകാരം. CPM ജില്ലാ കമ്മിറ്റി അംഗം OS അംബിക. യെസ്. GRNൽ നെടുമങ്ങാട് നിന്നും തുടർച്ചയായി ജയിച്ച് അവിടെ MLA ആവുന്നു. മുൻ മന്ത്രിയാണ് GRNൽ. വളരെ സൗമ്യമുഖം. നേരത്തെയൊക്കെ വലിയ പ്രതിസന്ധി സമയത്തൊക്കെ GRNലിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ അതിൻ്റെ പരിഹാര ക്രിയകളൊക്കെ വളരെ എഫക്റ്റീവായി വളരെ ഗംഭീരമായ ഒരു മന്ത്രിയായി പ്രവർത്തിച്ച GRNൽ നെടുമങ്ങാട് നിന്നും വീണ്ടും വിജയിച്ചു വരുന്നു.
GR അനിലിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അനിൽകുമാറാണ്. പക്ഷ സിവിൽ സപ്ലൈസ് മുൻ മന്ത്രിയാണ്. CPIയുടെ ദേശീയ GR അനിൽ കൗൺസിലറാണ് GR എന്ന അനിൽ. ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ 62-കാരനായ GR അനിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വിജയിച്ച് നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. CPIയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുക്കുകയാണ്. ഇനി അനിൽകുമാറാണ് അല്ലേ? ഇനി അനിൽകുമാറാണ്. GR അനിലിന് തൊട്ടു പിന്നാലെ അനിൽകുമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ശ്രീ AP അനിൽകുമാർ. വണ്ടൂരിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം, അദ്ദേഹം മന്ത്രി കൂടിയാണ്. അപ്പോൾ നിയമസഭയിലേക്ക് എത്തുന്നു. സൗമ്യ ഭാഷയായ ഒരു വ്യക്തിയാണ്. പലപ്പോഴും ചർച്ചകളിലൊക്കെ വരുമ്പോൾ പോലും വളരെ മൃദുഭാഷയായി കാര്യങ്ങൾ പറയുന്ന വ്യക്തി കൂടിയാണ്. വണ്ടൂർ നിയമസഭാ അംഗമായാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ AP അനിൽകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 1-2 കൊല്ലം തുടർച്ചയായി 6ാം തവണയാണ് AP അനിൽകുമാർ സഭയിലേക്ക് എത്തുന്നത്. അത്രത്തോളം പരിചയസമ്പന്നത. ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അങ്ങനെ ഏറ്റവും പരിചയസമ്പന്നരായ ഈ സഭയിലെ മന്ത്രിമാരുടെ ഗണത്തിൽ അല്ലെങ്കിൽ ഈ സഭയിലെ അംഗങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന എന്നാണ് AP അനിൽകുമാർ. അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. ഇക്കുറിയും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒരുപാട് പ്രതീക്ഷ AP അനിൽകുമാറിലുണ്ട്. നേരത്തെ ശ്രീ അനൂപ് ജേക്കബ്. ഇനി അനൂപ് ജേക്കബാണ് പിറവത്തുനിന്നും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ്. അനൂപ് ജേക്കബ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നു. അനൂപ് ജേക്കബും യുവമുഖമാണ്. 48-കാരനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം മന്ത്രിസഭയിലും ഉണ്ട്. അനൂപ് ജേക്കബ് പിറവത്തെ അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. 12ാമനാണ് അനൂപ് ജേക്കബ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന 16ാം കേരള നിയമസഭയിൽ. അടുത്ത വരാൻ പോകുന്ന ആലുവ MLA അൻവർ സാദത്താണ്. സഭയിൽ പരിചയസമ്പന്നാണ്. ഇത്തവണയും മന്ത്രിസഭയിൽ അംഗമാണ്. കേരള കോൺഗ്രസ് ജേക്കബിന്റെ അവിടുത്തെ സഭയിലെ പാർട്ടി ലീഡർ കൂടിയാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് അനൂപ് ജേക്കബ്. അനൂപ് ജേക്കബ് എന്താണ് UDF സർക്കാരുകളുടെ സമയത്തൊക്കെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് MLA ഒന്നേ ഉള്ളെങ്കിൽ കൂടിയും മന്ത്രിസ്ഥാനം ഉണ്ടാവുന്നുണ്ട്. ആലുവ MLA അൻവർ സാദത്ത് അടുത്തതായി കോൺഗ്രസിന്റെ ആലുവ MLA 51-കാരനാണെങ്കിലും നിരവധി തവണ പലയാവർത്തി സഭയിലേക്ക് എത്തിയ അൻവർ സാദത്ത് ഇക്കുറി ഒരു ക്യാബിനറ്റിന് അടുത്തുവരെ എത്തിയതാണ്. അൻവർ സാദത്തിന്റെ പേര് വളരെ സജീവമായി കേട്ടിരുന്നതാണ്. 51-കാരൻ അൻവർ സാദത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. ആലുവയിൽ നിന്നും തുടർച്ചയായ 1, 2, 3, 4ാം ടൈമിൽ ജയിച്ചാണ് അൻവർ സാദത്ത് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവിടെ എറണാകുളത്ത് ജില്ലാ പഞ്ചായത്തിലെ മുൻ അംഗമൊക്കെ ആയിരുന്നു. ഇവിടെ ആലുവ എന്ന് പറഞ്ഞ UDF കോട്ടയാണ്. അത് നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ആലുവക്കാരോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ. വാചകങ്ങൾക്കപ്പുറത്ത് അഡീഷണലായി ചേർക്കാൻ കഴിയുമോ എന്ന കാര്യം എനിക്ക് അറിയില്ല. എന്തായാലും ആലുവക്കാരോട് അദ്ദേഹം പ്രത്യേക നന്ദി കൂടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന എല്ലാവരും അതത് മണ്ഡലത്തിലെ ആൾക്കാരോട് നന്ദി പറയേണ്ടി വരും. അപ്പോൾ അത് അത്രയും കൂടി സമയമെടുക്കും. ഇത്രയധികം പേർക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ബാക്കിയുണ്ട്. അൻവർ സാദത്ത് 13ാമനാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി കിടക്കാണ് 140 MLA-മാരിൽ ബാക്കിയുള്ളവർ. അടുത്ത വരുന്ന അപ്പു ജോൺ ജോസഫാണ്. ശ്രീ PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ ജോസഫ് സാറിന്റെ മകൻ. അബു ജോൺ ജോസഫും പി ജോസഫും വിളിക്കുന്നത് ജോസഫ് സാർ തന്നെയാണ്. അതാണ് അവരുടെ രീതി. ജോസ് കെ മാണി മാണി സാർ എന്ന് വിളിക്കുന്നത് പോലെ.
അബു ജോൺ ജോസഫ് ചീഫ് വിപ്പാണ്, 2 പേർ ജയിച്ചു വന്നു. ശ്രീ അപ്പു ജോൺ ജോസഫ്. അതിലൊരാൾ മന്ത്രിയാകുന്നു. അബു ജോൺ ജോസഫ് ചീഫ് വിപ്പ് ആകുന്നു. അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ നിന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി മത്സരിച്ച് ജയിച്ച് അവിടെ അപ്പു ജോൺ ജോസഫ് 14ാമനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നു. കേരള നിയമസഭയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പറായിട്ടുള്ള പി ജെ ജോസഫിന്റെ മകനാണ്. അപ്പോൾ ആ ഒരു പൈതൃകം നിലനിർത്തുന്ന ആരെന്ന ചോദ്യത്തിന് ഉത്തരമായാണ് ഇപ്പോൾ തൊടുപുഴയെ പ്രതിനിധീകരിച്ച് അബു ജോൺ ജോസഫ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയോടും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തൊടുപുഴയിൽ നിന്ന് വരുന്നു. രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു കലാകാരനാണ്, നല്ലൊരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെ ഒരു ട്രൂപ്പായിട്ട് പലപ്പോഴും പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നിയമസഭയിലേക്ക് പാട്ടും പാടി കന്യാംഗത്തിൽ ജയിച്ചിരിക്കുകയാണ് അബു ജോൺ. ചെറിയ വോട്ടുകൾക്കല്ല, വലിയ ഭൂരിപക്ഷത്തിലാണ് തൊടുപുഴയിൽ നിന്നും. എന്ന് പറഞ്ഞാൽ പി ജെ ജോസഫ് ലെഗസി അബു ജോൺ ജോസഫ് കളഞ്ഞില്ല. വലിയ 44,000 ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.